ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലുമായി 57 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. റെമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കന്യാകുമാരിയിലെ ധ്യാനം തുടരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ 7.8% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. 2023-24 സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് 8.2% ഉയർന്നു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 2 വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കർണാടകയിൽ ലൈംഗികാതിക്രമ കേസിലെ പ്രതിയും ഹാസൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണയെ ബംഗളൂരു കോടതി 6 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിയിൽ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 57 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് 7ാം ഘട്ടത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 10,90,000 ഉദ്യോഗസ്ഥർ പോളിംഗ് നടപടികൾ നിയന്ത്രിക്കും. 10,60,00,000 പരം വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. വിശദാംശങ്ങളിലേക്ക്. നാളെ നടക്കുന്ന വോട്ടെടുപ്പോടെ രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിലെ പോളിംഗ് നടപടികൾ പൂർത്തിയാകും. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 13 വീതവും, പശ്ചിമ ബംഗാളിൽ 9, ബീഹാറിൽ 8, ഒഡീഷയിൽ 6, ഝാർഖണ്ഡിൽ 3, ഹിമാചൽ പ്രദേശിൽ 4, ചണ്ഡീഗഡിലെ 1 ലോക്സഭാ മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. സുഗമവും സുതാര്യവുമായ വോട്ടെടുപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനും സ്വതന്ത്രവും നീതിയുക്തവുമായ വോട്ടെടുപ്പ് ഉറപ്പാക്കാനും വോട്ടെടുപ്പ് നടക്കുന്ന മേഖലകളിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഒഡീഷ നിയമസഭയിലെ ശേഷിക്കുന്ന 42 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കും. മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള BJDയും BJPയും തമ്മിലാണ് പ്രധാന മത്സരം. റെമാൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് അസം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശങ്ക രേഖപ്പെടുത്തി. തന്റെ ചിന്തകളും പ്രാർത്ഥനകളും ദുരന്ത ബാധിതരോടൊപ്പമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. നിലവിലെ സാഹചര്യം വിലയിരുത്തുന്നതായും സംസ്ഥാനങ്ങൾക്ക് സാധ്യമായ എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ 9 ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. നാഗോൺ, കരിംഗഞ്ച്, ഹൈലകണ്ടി, കർബി ആംഗ്ലോങ്, വെസ്റ്റ് കർബി ആംഗ്ലോങ് തുടങ്ങിയ ജില്ലകളിലെ 386 ഗ്രാമങ്ങളിലായി 2 ലക്ഷത്തോളം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു. 95 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 35,000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. റിമാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ മഴയിലും വെള്ളപ്പൊക്കത്തിലും ഇതുവരെ 2 പേർ മരിച്ചു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച 45 മണിക്കൂർ നീണ്ട ധ്യാനം 2ാം ദിവസവും തുടരുന്നു. ഇന്നലെ കന്യാകുമാരിയിലെത്തിയ അദ്ദേഹം ധ്യാനത്തിന് മുന്നോടിയായി ഭഗവതി അമ്മൻ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. കന്യാകുമാരിയിൽ അദ്ദേഹം സൂര്യ അർഘ്യ ചടങ്ങും നടത്തി. 1892 സ്വാമി വിവേകാനന്ദൻ ധ്യാനമനുഷ്ഠിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ശ്രീ നരേന്ദ്രമോദിയും ധ്യാന നിരതനായിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവ സംഗമിക്കുന്ന ത്രിവേണി സംഗമമായ കന്യാകുമാരി ഒരു പുണ്യസ്ഥലം കൂടിയാണ്. 33 വർഷത്തിനു ശേഷം ഇതാദ്യമായാണ് അദ്ദേഹം കന്യാകുമാരിയിലെത്തിയത്. 1991 ഡിസംബർ 11 കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഏകതാ യാത്രയിൽ പങ്കെടുക്കുന്നതിനായി ശ്രീ നരേന്ദ്രമോദി കന്യാകുമാരിയിൽ എത്തിയിരുന്നു. നിക്കരാഗ്വൻ വിദേശകാര്യമന്ത്രി ഡെനീസ് മൻകാഡ വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കറുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഉഭയകക്ഷി വിഷയങ്ങളും ആഗോള വിഷയങ്ങളും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും ചർച്ച നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ 7.8% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. 2023-24 സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് 8.2% ഉയർന്നു.
നിർമ്മാണ ഖനന മേഖലയിലെ മികച്ച പ്രകടനമാണ് സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടാൻ കാരണമായതെന്ന് കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. തൊഴിൽ സൃഷ്ടിയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നിർമ്മാണ മേഖലയാണ്. ആഗോള മാന്ദ്യത്തിനിടയിലും ആഭ്യന്തര ഉപഭോഗം വർദ്ധിച്ചതാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് ഗുണകരമായത്. കർണാടകയിൽ ലൈംഗികാതിക്രമ കേസിലെ പ്രതിയും ഹാസൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണയെ ബംഗളൂരു അഡീഷണൽ ചീഫ് മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതി 6 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു. അർദ്ധരാത്രി ബംഗളൂരുവിലെ കമ്പഗൌഡെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ അദ്ദേഹത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഏപ്രിൽ 27 നടന്ന 2ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിദേശത്തേക്ക് പോയ പ്രജ്വൽ രേവണ്ണ ഇന്നലെ രാത്രിയാണ് മ്യൂണിക്കിൽ നിന്ന് മടങ്ങിയത്. പ്രജ്വൽ രേവണ്ണ ജൂൺ 6 വരെ SIT കസ്റ്റഡിയിൽ തുടരും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സഹായി വിഭവ് കുമാറിൽ നിന്ന് ആക്രമണം നേരിട്ട AAP രാജ്യസഭാ MP സ്വാതി മലിവാളിന്റെ പേര് മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചു. മലിവാളിന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്ന മാധ്യമങ്ങൾക്കും സാമൂഹിക മാധ്യമങ്ങൾക്കുമെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകനായ സൻസർ പാൽ സിംഗ് ആണ് ഹർജി സമർപ്പിച്ചത്. മലിവാളിനെ ആക്രമിച്ച കേസിൽ മെയ് 18 അറസ്റ്റിലായ വിഭവ് കുമാർ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. പുകയില പൊതുജനാരോഗ്യത്തിന് കടുത്ത ഭീഷണിയാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര ന്യൂഡൽഹിയിൽ ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ പുകയില സംബന്ധമായ രോഗങ്ങൾ മൂലം പ്രതിവർഷം 13 ലക്ഷം പേർ മരണമടയുന്നു. ഇവ ഒഴിവാക്കാവുന്ന മരണങ്ങളാണെന്നും രാജ്യത്തിന്റെ ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിൽ കാര്യമായ സാമ്പത്തിക ബാധ്യതകൾക്ക് ഇത് കാരണമാകുമെന്നും ശ്രീ ചന്ദ്ര പറഞ്ഞു. പുകയില വിപത്തിനെതിരെ ദേശീയ പുകയില നിയന്ത്രണ നിയമം കർശനമായി നടപ്പിലാക്കുക, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ തീവ്രമാക്കുക, പുകയില രഹിത അന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങിയ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിന് അരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ഇതിന്റെ ഫലമായി കേരള തീരത്ത് ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്നു മുതൽ ജൂൺ 2 വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ജസ്റ്റിസ് ഡയസാണ് CBIയുടെ എതിർപ്പ് തള്ളി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. റാഗിംഗ്, ആത്മഹത്യാ പ്രേരണ, മർദ്ദനം, ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. സിദ്ധാർത്ഥിന്റെ മാതാവ് ഷീബ ജാമ്യാപേക്ഷയെ എതിർത്തിരുന്നു. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിയിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ കൊറിയൻ ജോഡികളായ SY കിമ്മിനെയും HY കോങ്ങിനെയും 18-21, 21-19, 24-22 എന്ന സ്കോറിനാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ കീം 2024ന്റെ പുതുക്കിയ പരീക്ഷാ തീയതിയും സമയവും പ്രസിദ്ധീകരിച്ചു. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ജൂൺ 5 മുതൽ 9 വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആയിരിക്കും. ഫാർമസി കോഴ്സിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ 10 ഉച്ചയ്ക്ക് 3:30 മുതൽ 5 മണി വരെ ആയിരിക്കും. പരീക്ഷാർത്ഥികൾക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റിലെ കാൻഡിഡേറ്റ് പോർട്ടലിൽ നിന്ന് പുതുക്കിയ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുന്നു. താപനില ക്രമാനുഗതമായി കുറയുന്നുണ്ടെങ്കിലും പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗത്തിന് സമാനമായ അവസ്ഥ തുടരുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ RK ജനാമണി ആകാശവാണിയോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ. 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലുമായി 57 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. റെമാൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കന്യാകുമാരിയിലെ ധ്യാനം തുടരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ 7.8% വളർച്ച കൈവരിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. 2023-24 സാമ്പത്തിക വർഷത്തിൽ വളർച്ചാ നിരക്ക് 8.2% ഉയർന്നു. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായി കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 2 വരെ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കർണാടകയിൽ ലൈംഗികാതിക്രമ കേസിലെ പ്രതിയും ഹാസൻ MPയുമായ പ്രജ്വൽ രേവണ്ണയെ ബംഗളൂരു കോടതി 6 ദിവസത്തെ SIT കസ്റ്റഡിയിൽ വിട്ടു.
സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.